ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് പരാക്രം ദിവസായി ആചരിക്കുന്നു. നേതാജിയുടെ അചഞ്ചലമായ ആത്മസമർപ്പണം വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സൽ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്നു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിച്ചുവരുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ജൽഗാവ് ട്രെയിൻ അപകടത്തിൽ മരണസംഖ്യ 13ആയി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് പരാക്രം ദിവസായി ആചരിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ നേതാജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമാകാൻ നിരവധി പേരെ അദ്ദേഹം പ്രചോദിപ്പിച്ചതായും നേതാജിയുടെ പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നേതാജിയുടെ മാതൃകാപരമായ സമർപ്പണബോധവും ഉദാത്തമായ സംഭാവനകളും അദ്ദേഹത്തിന്റെ സവിശേഷമായ വീക്ഷണങ്ങളുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി നേതാജി കാഴ്ചവെച്ച അചഞ്ചലമായ ആത്മസമർപ്പണം വരും തലമുറകളെ ഏറെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. नेताजी की जीवन यात्रा की ये सारी विरासत मेरे युवा भारत, माय भारत को एक नई ऊर्जा देगी. साथियों, आज जब हमारा देश विकसित भारत के संकल्प की सिद्धि में जुटा है, तब नेताजी सुभाष के जीवन से हमें निरंतर प्रेरणा मिलती है. ബരാബതി ഫോർട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുന്നതിന് നേതാജിയുടെ വീക്ഷണങ്ങൾ ദിശാബോധം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പരാക്രം ദിവസിനോടനുബന്ധിച്ച് നേതാജിയുടെ ജന്മനാടായ ഒഡീഷയിലെ കട്ടക്കിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഇന്ന് പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സൽ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ ഇന്ന് നടന്നു. രാവിലെ 10:30 വിജയ് ചൌക്കിൽ നിന്ന് ആരംഭിച്ച് ചുവപ്പുകോട്ട വരെയാണ് പരിശീലന പരേഡ് നടന്നത്. രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന T-90 ടാങ്ക്, നാഗ് മിസൈൽ സംവിധാനം തുടങ്ങിയവ പരേഡിൽ അണിനിരന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സായുധ സേനകളും ടാബ്ലോകളും ഉൾപ്പെടെ ഫുൾ ഡ്രസ് റിഹേഴ്സലിൽ പങ്കെടുത്തു. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ദേശീയ തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിച്ചുവരുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മലയോര മേഖലയിലെ ജനങ്ങളോട് സംസ്ഥാന സർക്കാരിനുള്ളത് സത്യസന്ധതയില്ലാത്ത സമീപനമാണെന്ന് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ അംഗം മാത്യു കുഴൽനാടൻ ആരോപിച്ചു. കേരളത്തിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചുവരികയാണെന്നും 2023-24 കാലയളവിൽ മാത്രം 9800-ലേറെ മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്ത് ഉണ്ടായതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ നയപ്രഖ്യാപനത്തിലെ പേജ് 65 കൂട്ടായ പരിശ്രമങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങളുമായുള്ള സംഘർഷത്തിൽ മനുഷ്യനഷ്ടം കുറയാൻ തുടങ്ങിയെന്ന് പറയാണ് സർ. ഇന്ന് മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളോട് ഈ സർക്കാർ ഇത്ര സത്യസന്ധതയില്ലാതെയാണ് പെരുമാറുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിന് സമഗ്രമായ സമീപനമാണ് വനം വകുപ്പ് സ്വീകരിച്ചു വരുന്നതെന്നും ആക്രമണം മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ കുറവ് വന്നതായും മന്ത്രി A.K. ശശീന്ദ്രൻ മറുപടി നൽകി. കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞ നിലമ്പൂർ സ്വദേശി സരോജിനിയുടെയും കോതമംഗലം സ്വദേശി എൽദോസിന്റെയും കുടുംബത്തിന് ആനുകൂല്യം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പണം കൂടി ഉപയോഗിച്ച് ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ചത്. വളരെ ശാസ്ത്രീയമായി പരിശോധനകൾ നടത്തി യുക്തിസഹമായ തീരുമാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. മലയോര മേഖലയിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 12 മേഖലയായി തിരിച്ചുകൊണ്ട് ആ 12 മേഖലകളിലെ ഏറ്റവും ഗുരുതരമായ പ്രദേശങ്ങൾ കണ്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിക്കാനുള്ള അങ്ങനെ നിരന്തരവും നിതാന്തവുമായി ജാഗ്രത കാണിച്ചുകൊണ്ട് ജനങ്ങളെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൌൺഷിപ്പിനായി ഭൂമി വിലയ്ക്ക് വാങ്ങുമെന്നും ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലാണ് വീടുകൾ നിർമ്മിക്കുകയെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വയനാട്ടിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിപ്പാർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
70-അംഗ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ബിജെപിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ച് റോഡ് ഷോകളിലൂടെയും പൊതുയോഗങ്ങളിലൂടെയും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. ബിജെപിക്കായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് തുടങ്ങിയവർ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്കായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് തുടങ്ങിയവരും കോൺഗ്രസിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരും ഇന്ന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 8-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ജൽഗാവ് ട്രെയിൻ അപകടത്തിൽ മരണസംഖ്യ 13ആയി. മരിച്ചവരിൽ 10 പേരെ തിരിച്ചറിഞ്ഞു. തീവണ്ടിയുടെ ചക്രങ്ങളിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് തീപിടുത്തമുണ്ടാകുമെന്ന് ഭയന്ന് ട്രാക്കിലേക്കിറങ്ങിയ പുഷ്പക് എക്സ്പ്രസ് യാത്രക്കാരാണ് ഇന്നലെ വൈകുന്നേരം അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന കർണാടക എക്സ്പ്രസ് ഇവർക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മുംബൈയിൽ നിന്നുള്ള 8ഓളം ട്രെയിൻ സർവീസുകൾ അപകടത്തെ തുടർന്ന് വൈകിയോടുന്നതായി റെയിൽവേ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്ന ആഗോള സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2 ദിവസത്തെ സമ്മേളനത്തിൽ 13 രാജ്യങ്ങളിൽ നിന്നുമായി 30-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ ദുരൂഹ രോഗം ബാധിച്ച 4 പേരെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റി. ബദാൽ ഗ്രാമത്തിൽ നിന്നുള്ള 3 സഹോദരിമാർ ഉൾപ്പെടെ 4 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 50 ദിവസത്തിനിടെ പ്രദേശത്ത് അജ്ഞാത രോഗം ബാധിച്ച് 17 പേരാണ് മരിച്ചത്. മുൻപ് മരണമടഞ്ഞവരുടെ അടുത്ത ബന്ധുക്കൾക്കാണ് ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് ഇത് ബാധിക്കുന്നത് തടയുന്നതിനായി പ്രദേശത്തെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരുന്നു. മരണകാരണം അന്വേഷിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. മൌനി അമാവാസി ദിനത്തോടനുബന്ധിച്ച് മഹാകുംഭമേളയിലെ ഭക്തജനപ്രവാഹം കണക്കിലെടുത്ത് 150-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്താനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. 8 മുതൽ 10 കോടി വരെ ഭക്തർ ഈ ദിനത്തിൽ പുണ്യസ്നാനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. RG കർ മെഡിക്കൽ കോളേജ് കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ CBI അപ്പീൽ നൽകി. ബലാത്സംഗവും കൊലപാതകവും തെളിഞ്ഞതായി കൊൽക്കത്ത കോടതി കണ്ടെത്തിയിരുന്നു. ജീവപര്യന്തം തടവാണ് സെഷൻസ് കോടതി പ്രതിക്ക് വിധിച്ചത്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ FCയെ നേരിടും. ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും മധ്യപ്രദേശുമായുള്ള ഗ്രൂപ്പ് മത്സരം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. 1-ാം ഇന്നിംഗ്സിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ മധ്യപ്രദേശ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 92 റൺസ് എന്ന നിലയിലാണ്. ഹോക്കി ഇന്ത്യ ലീഗ് വനിതാ വിഭാഗത്തിൽ ഒഡീഷ വാരിയേഴ്സ് ഇന്ന് ഡൽഹി SG പൈപ്പേഴ്സിനെ നേരിടും. വൈകുന്നേരം 6:15-ന് റാഞ്ചിയിലാണ് മത്സരം. പുരുഷ വിഭാഗത്തിൽ തമിഴ്നാട് ഡ്രാഗൺസ് ഇന്ന് രാത്രി 8:15-ന് ഹൈദരാബാദ് തൂഫാൻസുമായി ഏറ്റുമുട്ടും. ജന്മാവകാശ പൌരത്വം പിൻവലിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ 22 US സ്റ്റേറ്റുകൾ കോടതിയെ സമീപിച്ചു. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളും പൌരാവകാശ സംഘടനകളുമാണ് തീരുമാനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വിസക്കാരുടെയും USൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇനി മുതൽ ജന്മാവകാശ പൌരത്വം അനുവദിക്കില്ല എന്ന തീരുമാനം അധികാരമേറ്റയുടൻ ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടിരുന്നു. USലെ നാഷ്വിൽ ആന്റിയോക്ക് ഹൈസ്കൂളിൽ ഇന്നലെയുണ്ടായ വെടിവയ്പിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. പിസ്റ്റളുമായി എത്തിയ 17 വയസ്സുള്ള വിദ്യാർത്ഥി സ്കൂളിലെ കഫറ്റീരിയയിൽ 1-ലധികം തവണ വെടിയുതിർക്കുകയായിരുന്നു. USൽ കഴിഞ്ഞ വർഷം 39 തവണയാണ് സ്കൂളുകളിൽ വെടിവയ്പുണ്ടായത്. ജമ്മുകാശ്മീർ, ലഡാക്ക്, ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ, മുസഫറാബാദ്, ഹിമാചൽ പ്രദേശ് മേഖലകളിൽ നാളെ വരെ ശൈത്യ തരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് പരാക്രം ദിവസായി ആചരിക്കുന്നു. നേതാജിയുടെ അചഞ്ചലമായ ആത്മസമർപ്പണം വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സൽ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്നു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിച്ചുവരുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ജൽഗാവ് ട്രെയിൻ അപകടത്തിൽ മരണസംഖ്യ 13ആയി. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.